ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടീച്ചിങ് ടോയ് ആണ്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പഠനോപകരണം. അതിൻ്റെ പേര് സ്റ്റഡി സ്ക്വയർ എന്നാണ്. നമുക്കറിയാം, ഡിജിറ്റലായിട്ടുള്ള നമ്പേഴ്സ് 1 to 10 അതുപോലെ തന്നെ A to Z ഒക്കെ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഈ വിദ്യ ഒന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു കാർഡ്ബോർഡ് എടുത്ത് 4 വശവും 24 സെൻറ്റിമീറ്റർ അളവിൽ മുറിച്ചെടുക്കുക. അതിൽ 1.5 സെൻറ്റിമീറ്റർ വീതിയിൽ 4 ഭാഗവും ബോർഡർ വരക്കുക. എന്നിട്ട് മധ്യത്തിൽ കൂടി പ്ലസ് ഇൻറ്റു ചിഹ്നങ്ങൾ വരക്കുക. 1.5 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുത്ത് വരച്ചിട്ടുള്ള പ്ലസ് ഇൻറ്റു ചിഹ്നം മധ്യത്തിൽ വരത്തക്കവണ്ണം 2 ഭാഗവും സ്കെച്ച് പെൻ ഉപയോഗിച്ച് വരയിടണം. അതുപോലെ ആദ്യം വരച്ച ബോർഡിൻ്റെ ഉള്ളിലും വരയിടുക. ഇതുപോലെ ഒരു തെർമോകോൾ ഷീറ്റ് എടുത്ത് ബോർഡിൻ്റെ അതേ അളവിൽ മുറിച്ചെടുത്ത് വരയിട്ടതുപോലെ എല്ലാ ഭാഗവും സ്കെച്ച് പേന ഉപയോഗിച്ച് വരക്കുക. ഇനി തെർമോകോൾ പേപ്പർ കട്ടർ ഉപയോഗിച്ച് ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ മുറിക്കണം. നേരത്തെ മുറിച്ചു വെച്ച ബോർഡിൽ ഓരോ കള്ളിക്കും കണക്കായി മുറിച്ച തെർമോകോൾ കഷ്ണം ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിക്കുക. അതിനുശേഷം വാട്ടർ കളർ യെല്ലോ പെയിന്റ് എടുത്ത് ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗവും തേച്ച് പിടിപ്പിക്കുക. ഇനി അടുത്ത ജോലി ചെറിയ ഗോലി ഉണ്ടാക്കലാണ്. അതിനായി 2 കപ്പ് ഗോതമ്പ് മാവ് പാത്രത്തിലിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ വെള്ളം ചേർത്ത് കുഴക്കുക.
ഇതിൽ 5 സ്പൂൺ ഉപ്പിടണം. ഉപ്പ് ചേർത്താൽ ഉറുപ്പിൻ്റെ ശല്യമുണ്ടാകില്ല. ചപ്പാത്തി പരുവമായാൽ ചെറിയ ഗോലിയുടെ രൂപത്തിൽ കൈകൊണ്ട് ഉരുട്ടിയെടുക്കുക. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം റെഡ് പെയിൻറ് അടിച്ച് സ്റ്റൈലാക്കുക. അപ്പം നമ്മുടെ സ്റ്റഡി സ്ക്വയർ റെഡിയായി കഴിഞ്ഞു. ഇതുപയോഗിച്ച് ചെറിയ കുട്ടികൾക്ക് ഡിജിറ്റലായുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളും 1 to 10 അക്കങ്ങളും പഠിക്കാൻ സാധിക്കും. ആദ്യമൊക്കെ കുട്ടികൾ ഗോലിയെടുത്ത് കളത്തിൽ വെക്കട്ടെ. എത്ര ഗോലി വെച്ചു എന്ന് എണ്ണി നോക്കാൻ പറയാം. തുടർന്ന് ഓരോ ഗോലിയും കള്ളിയുടെ ഇടയിൽ വെച്ച് അക്ഷരങ്ങളും അക്കങ്ങളും ഉണ്ടാക്കി പഠിക്കട്ടെ. ആദ്യം കണ്ടുപഠിക്കാം, തുടർന്ന് ചെയ്തു പഠിക്കാം. ഗോലിക്ക് പകരം വലിയ മുത്തെടുത്താലും മതി. ഈ പ്രവർത്തനത്തിലൂടെ ഭാഷ, ഗണിതം തുടങ്ങിയ പഠനത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും. കളിച്ചു പഠിക്കാനുള്ള ഈ സ്റ്റഡി സ്ക്വയർ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. വീണ്ടും കാണുന്നതുവരെ താങ്ക്സ്.